Hi guys, so this is the full-fledged makeup routine that I do for a wedding kind of video. And today we have a wedding and this is my outfit. So yeah, skincare edo, like I used my moisturizer and sunscreen. So first of all we are going to use the primer which is from Zudio. ഒരു പ്രൈമറി ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് കേട്ടിട്ടുണ്ട്. സോ ഞാൻ അപ്പോൾ ഒരു ഇതിന് മേടിച്ചതാണ്. അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബഡ്ജറ്റിൽ ഞാൻ മേടിച്ചതാണ്. ബ്ലറിങ് എഫക്റ്റ് കിട്ടും ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഗുഡ് ഫോർ ദ മേക്കപ്പ് ടു സിറ്റ് ലോങ്ങർ. ഞാൻ എപ്പോഴും മറന്നു കഴുത്തിൽ ഞാനൊന്നും ചെയ്യുക, അത് ഭയങ്കര ബാഡാണ് ആക്ച്വലി. ഒക്കെ എത്ര എടുക്കാൻ പറ്റുന്ന അറിയില്ല, കാരണം ഭയങ്കര സ്പേസ് ഇഷ്യൂസ് ഉണ്ട്. ബട്ട് ലെറ്റ്സ് സീ. നെക്സ്റ്റ് നമ്മളെപ്പോഴത്തെയും പോലെ കളർ കറക്റ്റർ യൂസ് ചെയ്യാൻ പോവാം. കളർ കറക്റ്ററിൽ അണ്ടർ ഐസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഉള്ള സ്ഥലത്ത് വി യൂസ് ഓറഞ്ച് കളർ കറക്റ്റർ. This is from Inside Cosmetics. ഭയങ്കര അഫോർഡബിൾ ആണ് ആൻഡ് ഓൾസോ വെരി ഗുഡ്. ലൈക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. ഇതിലിത് രണ്ടെണ്ണം ഞാൻ അറിയാണ്ട് മേടിച്ചത്. എനിക്ക് അറൗണ്ട് മൈ ലിപ്സ് ഓൾസോ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. Okay. And then we are going to use green color corrector over these red marks of pimples. കുറച്ച് സെറ്റ് ചെയ്യണം. ഓക്കെ. കൺസീലർ ഇസ് ഫ്രം Maybelline New Yorkൻ്റെ Fit Me. എന്താ അതിനകത്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഇല്ല, മാറ്റിക്കോ, അത് കഴിഞ്ഞ് ഞാൻ നോക്കിക്കോളാം. ഇത് കൺസീലർ ഇട്ടിട്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്യണം. സോ അതിനൊരു പ്രത്യേക ബ്രഷ് വേണം. പക്ഷെ അത് നമ്മളതിലുള്ള ഞാൻ യൂസ് ചെയ്യാത്തൊരു ബ്രഷിൽ എന്ന് പറയുന്നതാണിത്. അത് ഞാൻ യൂസ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ആക്ച്വലി കുറച്ച് നേരം സിറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ടൈമില്ല ബിക്കോസ് വി ആർ റെഡി ലേറ്റ്. ഞാൻ എത്രയോ ഗെറ്റ് റെഡി വിത്ത് മീസ് ഷൂട്ട് ചെയ്തിരുന്നത്. ബട്ട് എനിക്കത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ബിക്കോസ് ഞാൻ എത്ര എഡിറ്റ് ചെയ്താലും ഭയങ്കര ടൈം ലിമിറ്റ് എക്സീഡ് ആയിട്ടാണ്. അപ്പോൾ അത് വാച്ച് ടൈം കുറയ്ക്കുമല്ലോ. പിന്നെ എനിക്ക് മടിയാവും. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എത്ര ബ്രഷ് യൂസ് ചെയ്താൽ ഐ ഫീൽ ഇൻകംപ്ലീറ്റ്. സോ മീൻസ് ലൈക്ക് വെരി. നമുക്ക് ഫൗണ്ടേഷൻ ഇടുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന Maybelline Fit Me ആണ്. ദിസ് ഹാസ് വർക്ക് വെൽ ഫോർ മീ കുറച്ച് കാലത്ത്. സോ ദാറ്റ്സ് വാട്ട് വി ആർ. ബ്ലെൻഡർ യൂസ് ചെയ്യണം. ബട്ട് എനിക്ക് ഭയങ്കര ഹാൻഡ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഷെയ്ഡിന് എക്സാക്റ്റ് മാച്ച് വെച്ചിട്ടുന്നുണ്ട്. അത് എടുക്കാം. സോ ഞാൻ നോക്കിയിട്ട് വരാം എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന്. കൈൻഡ് ഓഫ് ഓക്കെ. പക്ഷെ എനിക്ക് ഇവിടെ ഒരു മാർക്ക് ഉണ്ട് ആസിഫ്ലൈൻ്റെ. സോ ഞാൻ അത് കുറച്ച് കൺസീൽ ചെയ്യാൻ പറ്റും. ഓക്കെ. എൻ്റെ കയ്യിൽ
നമ്മൾ ആക്ച്വലി ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലിക്വിഡ് ബ്ലഷ് യൂസ് ചെയ്തിട്ട് പൗഡർ ബ്ലഷ് യൂസ് ചെയ്യുന്നതൊക്കെ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ലിക്വിഡ് ബ്ലഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ മിക്കതും പൗഡർ ബ്ലഷിനെ യൂസ് ചെയ്യാറ്. ബട്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കും ഇതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കായിരുന്നു യൂസ് ചെയ്തിട്ടാണ്. ജസ്റ്റ് ഇതെടുത്ത് നമുക്ക് കോണ്ടോർ ചെയ്യാൻ എനിക്ക് തീരെ കഴിവില്ലാത്തതാണ്. കാരണം ഞാൻ അധികം ചെയ്യാറുമില്ല, ചെയ്തിട്ടുമില്ല. ജസ്റ്റ് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോങ് ഓർ എനിത്തിങ്. അറിയില്ല അത് ചെയ്യാൻ, കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ല. കൂടി കോണ്ടോർ ചെയ്തേക്കാം. അപ്പം കോണ്ടോർ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ. തെറ്റായിരിക്കും മോസ്റ്റ്ലി. വി ആർ ഗോയിങ് ടു ഗോ വിത്ത് ദി പൗഡർ ബ്ലഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു പൗഡർ ബ്ലഷ് കുറച്ച് ഇഷ്ടമല്ല. അത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പം തീർത്തിട്ടില്ലെങ്കിൽ അതങ്ങനെ കിടക്കും. ഇവിടുന്ന് ഇങ്ങോട്ടിട്ട കുറച്ചുകൂടി ലിഫ്റ്റഡ് ഫേസ് കിട്ടും ഞാൻ പറയുന്നത്. ഇറ്റ് ഇസ് ട്രൂ ആക്ച്വലി. ഞാനത് ഇടാൻ മോസ്റ്റ്ലി മറന്നു. ഞാൻ ഇടുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് ആയിപ്പോവും. എനിക്ക് ഭയങ്കര ബ്ലഷ് ബ്ലൈൻഡ്നെസ് ഉണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലഷ്. ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് എനിക്ക് എത്ര ഇട്ടാലും ഇറ്റ് ഇസ് ലെസ് ഫോർ മീ. അത് കുറേ കളച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് കൂട്ടാൻ, ബ്ലഷ് കൂട്ടാൻ ഇതിടാം. കാരണം ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആവും. ഇറ്റ് ഇസ് ഫ്രം മാർസ്. മറ്റേത് ലാക്മേൻ്റെ ആയിരുന്നു. ദിസ് ഇസ് ഫ്രം മാർസ് ആൻഡ് ഇറ്റ് ഇസ് വെരി പിഗ്മെൻറ്റഡ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ എടുക്കുക ചെയ്യാറ്. മാർസിൻ്റെ ലിക്വിഡ് ബ്ലഷുകൾ ഭയങ്കര പിഗ്മെൻറ്റഡ് ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ്. ഒരു ബ്ലഷ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൺസീൽ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. കുറച്ചൊന്ന് ഇതാക്കിയാൽ മതി. ഓക്കെ. ഞാൻ വീഡിയോ എടുക്കുന്നു. ലൂസ് പൗഡർ യൂസ് ചെയ്യാം. എന്നിട്ട് അവസാനം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇത് യൂസ് ചെയ്യാം. ലൂസ് പൗഡർ എനിക്ക് എങ്ങനെ അറിയാം. ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ പൗഡർ ഇതൊക്കെ അറിയില്ല അത് യൂസ് ചെയ്യാം. ഇതിലെപ്പോഴും ഞാൻ തുറന്നൊരു പറഞ്ഞു കൊണ്ട് യൂസ് ദിസ് ബ്രഷ്. ഇത് ഞാൻ ആ ബ്രഷ് യൂസ് ചെയ്യുന്നത്. സോ ഇത് എനിക്ക് യൂസ് ചെയ്യാമല്ലോ ലൂസ് പൗഡർ. എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്നറിയില്ല. എനിക്ക് ശരിക്കും അറിയില്ല. ഐസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ. എനിക്ക് കൈ യൂസ് ചെയ്യാൻ ഇഷ്ടം. സോ സോറി ഇറ്റ് യു ഫീൽ ഇറ്റ്സ് വെരി വിയേർഡ് ആൻഡ് സ്റ്റഫ്. ഞാൻ ഫസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുക്കുകയാണ് ഒരു ആസ് എ ബേസ്. You say you're fine, I know you better than that. Hey, what you doing with a girl like that?
ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് എടുത്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഗോൾഡ് ഗ്ലിറ്ററി ഇല്ലേ, ഗ്ലിറ്ററി പിങ്ക് ഞാൻ ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഹൈലൈറ്റ് ഇടാം. ഇത് ഇവരുടെ ആദ്യമായിരുന്നു ഷുഗർ ാണ്. ആൻഡ് ഇവിടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇറ്റ് ഈസ് ഫ്രം മാർസ് ബാക്ക് ടു ബേസിക്സ് ആണ്. എന്തായാലും ഒരു ഡാർക്ക് മീഡിയം കൂടി ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ ഭയങ്കര പെട്ടിയായിരിക്കും. ഒന്ന് കണ്ണാടിയിൽ നിന്ന് നോക്കിയിട്ട് വരാം. കുറച്ചുകൂടെ ബ്ലെൻഡിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ആക്കണം. ഞാൻ ഈ ബ്ലൂ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദിസ് ഒക്കേഷൻ. നമ്മൾ മസ്കാര യൂസ് ചെയ്യും. മസ്കാര eyeliner mascara is from eyeliner blue is from Lakme. കഴിയും ഇത് ഫ്രം കളർ ബാർ. വെരി ഗുഡ്. അടിയിൽ എഴുതിയല്ലേ, നമുക്ക് അടിയിലിട്ടാം. ഇത് ഭയങ്കര ഇഷ്ടമാണ്. എക്സസൈസ് ചെയ്യണം, പക്ഷെ എനിക്കിത് കാണിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദി വീഡിയോ സ്റ്റോറേജ് ഇഷ്യൂസ്. സോ ദാറ്റ്സ് ദാറ്റ്. അപ്പം ഞാൻ അത് ഫുൾ റെഡി ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ.